ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രക്കാർ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാമോ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് സ്കിൻ ഫെയർ ആകാൻ വേണ്ടിയിട്ട് ക്രീം ഉപയോഗിച്ചു, എന്നിട്ട് കിഡ്നി കംപ്ലൈന്റ് ആയിപ്പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചായിരുന്നു, നമ്മളിത് ഫേസിലല്ല അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക, അപ്പോൾ അതുകൊണ്ട് ഇതിൽ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ഒക്കെ ആയതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ധാരാളം കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കോസ്മെറ്റിക്സ്, അതായത് സ്കിൻ കെയർ, ബോഡി ലോഷൻ, ലിപ്സ്റ്റിക്ക്, പിന്നെ അതുപോലെ പെർഫ്യൂംസ്, അങ്ങനെ പലതരം സാധനങ്ങൾ ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കറക്റ്റായിട്ട് പോസിബിൾ ആവത്തില്ല. ഇനി പ്രഗ്നന്റ് ആയാൽ ചിലപ്പോൾ മിസ്കാരേജ് ഉണ്ടാകും, ചിലപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി മാത്രമാകാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് പറയുന്നത്. പണ്ടുള്ള കാലത്തൊന്നും ഇത്രയ്ക്കുള്ള കോസ്മെറ്റിക്സിന് ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇത്ര പോപ്പുലർ ആയിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ അധികം പോപ്പുലർ ആണ്, ഷെയർ ചെയ്യപ്പെടുന്നു, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കും ഇത് മേടിച്ച് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. എല്ലാവരും തന്നെ മെജോറിറ്റി ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ തിയേറ്ററിൽ കേട്ടുമ്പോൾ, IVF അല്ല, അതിന്റെ തിയേറ്ററിൽ കേട്ടുമ്പോഴത്തേക്കും നമ്മളോട് പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുതരം കോസ്മെറ്റിക്സ് ഉപയോഗിക്കരുത്, നെയിൽ പോളിഷ് ഇടരുത്, ഒന്നുമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് ചെല്ലണം എന്നാണ് അവർ നമ്മളോട് പറയാം. പതുക്കെ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എംബ്രിയോനെ ബാധിക്കും, അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് അവർ പ്രത്യേകം പറയും. അപ്പോൾ IVFന്റെ കേസിലല്ല, നമ്മൾ നോർമൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാരായാലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ധാരാളമായിട്ട് ബോഡി ലോഷൻ, സ്കിൻ മോയ്സ്ചറൈസർ, അങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാകും പാരബൻ എന്ന് പറഞ്ഞാൽ. ഈ പാരബൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുക, അതായത് ഇത് ചിത്തയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്റ്റേജിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാരബനായിട്ട് ആഡ് ചെയ്യുന്നത്. എന്നാൽ ഈ പാരബൻ എന്ന് പറഞ്ഞ കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്ട്രജൻ ഡോമിനൻസിനാണ് ഉണ്ടാക്കും, അതായത് ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂട്ടും. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഈസ്ട്രജന്റെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും. അതായത് ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആവത്തുള്ളൂ, ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈസ്ട്രജൻ ഡൊമിനൻസ് വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് ഒരു സാധ്യത അങ്ങനെ ഏൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ലേബലൊന്ന് വായിക്കുക. അതിൽ പാരബൻ എന്നുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. ഇത് മെയിനായിട്ട് ബോഡി ലോഷൻ, ഷാംപൂസ്, കണ്ടീഷണേഴ്സ്, മേക്കപ്പ് ഐറ്റംസിലൊക്കെയാണ് ഈ പാരബൻ കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ലേബലൊന്ന് നോക്കുക. പിന്നെ അത്ര ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം മേടിക്കുക. ലോക്കലായിട്ട് ചീപ്പായിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സിലൊക്കെയാണ് ഇത് അധികം തന്നെ കണ്ടുവരുന്നത്. പിന്നെ രണ്ടാമതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നല്ല സ്മെല്ലുള്ള പെർഫ്യൂംസ്, അതുപോലെ സ്കിൻ കെയർ ചിലത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും, തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലേബൽ നോക്കുമ്പോൾ പാർഫം എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാവും. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കലാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസിനെ ബാധിക്കും. പിന്നെ അത് ഫെർട്ടിലിറ്റീനെ എഫക്റ്റ് ചെയ്യും. ഈ PCOD ഉള്ള ആൾക്കാരിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കാത്തത്. അപ്പോൾ അതിൻ്റെ കൂടി ഇതും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് നോക്കി സെലക്ട് ചെയ്യുമല്ലോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിൽ എന്ന് പറയുമ്പം ലിപ്സ്റ്റിക്കിൽ മെയിൻ വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ലെഡാണ്. ലെഡ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ലെഡ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ നമ്മൾ മോശമായിട്ട് ബാധിക്കുന്ന, ചെറിയ അളവിൽ പോലെ ലെഡ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇതൊരു ന്യൂറോ ടോക്സിനാണ്. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് കറക്റ്റായിട്ട് എല്ലാം നടന്നാലാണ് ഹോർമോൺ എല്ലാം കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ബ്രെയിൻ ആണല്ലോ എല്ലാത്ത നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂറോ ടോക്സിനാണ് ഈ ലെഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ലെഡ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിപ്സ്റ്റിക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നെയിൽ പോളിഷിൽ വരുമ്പോഴത്തേക്കും അതിൽ താലൈറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട്. അത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ആന്തരിക ഘടനയെ മൊത്തം ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോൺ കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കില്ല, അങ്ങനെ അതുകൊണ്ട് അതെല്ലാം തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഈ താലൈറ്റ് അടങ്ങിയ അതായത് കെമിക്കൽ കോസ്മെറ്റിക്സ് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക.
പിന്നെ അടുത്തത് ട്രൈക്ലോസ് എന്ന് പറഞ്ഞാണ്. അത് കൂടുതലായിട്ട് സോപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും. ഇത് ഹോർമോൺ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിബിൾ ആവാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് മനസ്സിലായല്ലോ. ട്രൈക്ലോസൻ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. താലൈറ്റ്, പിന്നെ പാരബിൻ, പിന്നെ ലെഡ്, ഇതൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോസ്മെറ്റിക്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ആക്ട്രസ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ എല്ലാവരും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കൊക്കെ കുട്ടികളും ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മെജോറിറ്റി ആൾക്കാരും കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവുന്നുണ്ട്, കുട്ടികളാവുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ അത്യാവശ്യം ഇതൊക്കെ ഗ്ലാമറായിട്ടൊക്കെ നടക്കണമെങ്കിൽ അത്യാവശ്യം കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ ഇതൊക്കെ ഈ കോസ്മെറ്റിക്സ് മാറ്റിയിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ലേബലൊക്കെ നോക്കി കണ്ടൻസ് എല്ലാം ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വായിച്ച് നോക്കി ഈ കണ്ടൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരാരും ചോദിക്കാറില്ല നിങ്ങൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാറുണ്ടോ എന്നൊന്നും ചോദിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഡെർമറ്റോളജിസ്റ്റ് അല്ല. അതുകൊണ്ട് അവർ പിന്നെ മാത്രമല്ല നമുക്ക് അത്ര അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർക്കും അറിയണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ചോദ്യങ്ങളാണ് ഒഴിവാക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതിന് ഡോക്ടറോടൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് അഡ്വൈസ് എടുത്തിട്ട് ഉപയോഗിക്കും. കാരണം അങ്ങനെ ഒരു ഡെർമറ്റോളജിസ്റ്റ് മാത്രമാണ് നമ്മുടെ സ്കിൻ കെയറിനെ പറ്റിയ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, പൈസ ചിലവാണ്, അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലേബൽ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്ട്സ് മതിയല്ലോ നമുക്ക് ഉപയോഗിക്കാൻ വിചാരിച്ച് നമ്മളത് വാങ്ങിച്ച് കഴിയുമ്പോൾ ചിലപ്പോഴത്തേക്കും അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫെർട്ടിലിറ്റീനെ ദോഷകരമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് പോസിബിൾ ആകാത്ത ആൾക്കാർ എല്ലാം തന്നെ നമ്മൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. പ്രത്യേകിച്ചും നമ്മൾ എന്തെങ്കിലും IUI IVF പോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്കിലും തൽക്കാലത്തേക്കെങ്കിലും ഈ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ച് വയ്ക്കുക. അല്ലാത്തവരെ മറ്റേ ഇൻഗ്രീഡിയൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് ലേബലൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് ഒരു ഫലം കിട്ടാതെ വരികയും അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാതെ വരികയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് അത് അബോർഷനായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതൊന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.